ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും Preethas ammus ഫുഡ് കോർട്ടിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുവ പീര വറ്റിക്കുന്നത് എങ്ങനെയെന്നാണ്. നമുക്കിനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാനൊരു 250 ഗ്രാം കൊഴുവാണ് എടുത്തിട്ടുള്ളത്. കൊഴുവ പീര വറ്റിക്കുന്നതിൽ ഏറ്റവും ചെറിയ കൊഴുവ എടുക്കുന്നതാണ് നല്ലത്. ചെറിയ കൊഴുവ ആയതുകൊണ്ട് ഇതിന്റെ തല ഒന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് നന്നായി 2-3 പ്രാവശ്യം ഉപ്പിട്ട് നന്നായി കഴുകിയെടുത്താൽ മതി. ഇനി അടുത്തത് 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം കൊഴുവ എടുത്തേക്കുന്നതുകൊണ്ട് 1/4 കപ്പ് തേങ്ങ എടുത്താൽ മതി. തേങ്ങ അധികം കൊഴുവ പീര വറ്റിച്ച് ഇട്ടാലും ടേസ്റ്റ് വരില്ല. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കടുക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ജീരകം, അല്പം ഇഞ്ചി, കാന്താരി മുളക് ഒരു 10 എടുത്തിട്ടുണ്ട്. കാന്താരി മുളക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പച്ചമുളക് എടുത്താൽ മതി. കാന്താരി മുളക് ആയിരിക്കും ടേസ്റ്റ് കൂടുന്നത്. 8 ഉള്ളി, 3 വെളുത്തുള്ളി, വേപ്പില, കൊടമ്പുളി ഒരു 3-4 ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് പുളി മതി. കൊഴുവിനെ നമുക്ക് വേവിക്കാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഈ കൊഴുവ ഇട്ട് കൊടുക്കണം. കൊഴുവ വേവിക്കാൻ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ കൂടി പോകരുത്. കൊഴുവ പെട്ടെന്ന് തന്നെ നമുക്ക് വേവുന്നത് കൊണ്ട് അല്പം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എടുത്തു വെച്ചിരിക്കുന്ന കൊടമ്പുളി, ഇഞ്ചി, കാന്താരി മുളക്, ഇതെല്ലാം കൂടിയിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കണം. കൊഴുവ വേവണ നേരത്ത് നമുക്ക് തേങ്ങ ഒതുക്കിയെടുക്കാം. നമുക്കിനി കുഞ്ഞു ജാറിലിട്ട് തേങ്ങ ഒതുക്കിയെടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ജീരകം, 3 വെളുത്തുള്ളി, എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി, വേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. അധികം അരിഞ്ഞു പോകണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് കറിക്കാൻ മതി. തേങ്ങ ഞാൻ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ ആക്കിയാൽ മതി. കൊഴുവ വേവ് ആവണേ ഉള്ളൂ. ഇത്തിരി കൂടി വെള്ളം വറ്റാനുണ്ട്. കൊഴുവ വേവുമ്പോഴേക്കും നമുക്ക് ഈ അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആർക്കും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണിത്. പുളിയും കുറവാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം. കൊഴുവ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അരപ്പൊന്ന് വേറൊരു ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരിപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി നമുക്കിത് വേവിച്ച് വെച്ചിരിക്കുന്ന കൊഴുവിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊഴുവ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ.